നമസ്കാരം. വണിദ്യ മലയാളം. നിലപാടുകൾ വിൽപ്പനയ്ക്ക് വെച്ച ബോളിവുഡിലെ 36 പ്രമുഖർ കോബ്ര പോസ്റ്റിന്റെ ഒളിക്യാമറയിൽ പ്രതികരണവുമായി നടി സണ്ണി ലിയോൺ. ആവശ്യപ്പെടുന്ന പണം തന്നാൽ ഏത് പാർട്ടിക്കും ഏത് ആശയത്തിനും വേണ്ടി സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്താമെന്ന് 36 ബോളിവുഡ് സെലിബ്രിറ്റികൾ പറയുന്നതിന്റെ വീഡിയോ ആയിരുന്നു കോബ്ര പോസ്റ്റ് പുറത്തുവിട്ടിരുന്നത്. വിവേക് ഒബ്രായെ കൂടാതെ ജാക്കി ഷെറോഫ്, സോനു സൂദ്, അമീഷ പട്ടേൽ, ശക്തി കപൂർ, രാഗി സാവന്ത്, മനീഷ ലാംബെ, സണ്ണി ലിയോൺ, പൂനം പാണ്ഡെ, ഗായകരായ കൈലാഷ്, മിഖ സിംഗ്, അഭിജിത്ത് ഭട്ടാചാര്യ എന്നിവരും നിലപാട് വിൽക്കാൻ തയ്യാറായെന്നായിരുന്നു കോബ്ര പോസ്റ്റ് വ്യക്തമാക്കിയത്. എന്നാൽ വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന നിലപാടുമായി സണ്ണി ലിയോൺ രംഗത്തെത്തി. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പിന്തുണയ്ക്കുന്നില്ല. അത്തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നതുകൊണ്ടാണ് വിശദീകരണവുമായി രംഗത്ത് വന്നത്. ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്രചരിപ്പിക്കുകയുള്ളൂ. എൻ്റെ രാഷ്ട്രീയ നിലപാട് ഇതുവരെ പുറത്തു പറയുകയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നും സണ്ണി ലിയോൺ വാർത്തയ്ക്കെതിരെ പ്രതികരിച്ചിരിക്കുന്നു. ട്വിറ്ററിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം. BJP, കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുടെ PR ഏജന്റുകൾ എന്ന വ്യാജേനയാണ് ഇവർ സെലിബ്രിറ്റികളെ സമീപിച്ചത്. ഏജന്റുകൾ മുഖേനയായിരുന്നു ഈ നീക്കം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവയുടെ പ്രചാരണം നടത്താൻ തയ്യാറാണോ എന്നായിരുന്നു ചോദ്യം. കൊമേഡിയന്മാരും നർത്തകരും ഉൾപ്പെടെ 36 പേർ പണം നൽകാൻ തയ്യാറായെന്ന് ഇതിലൂടെ വ്യക്തമായിരുന്നു. 2 ലക്ഷം മുതൽ 50 ലക്ഷം വരെയാണ് സെലിബ്രിറ്റികൾ ഒരു സോഷ്യൽ മീഡിയ പ്രതികരണത്തിന് വിലയിട്ടത്. ചിലർ പണം കൈമാറുന്നതിന് മുൻപ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രതികരണം ആരംഭിച്ചെന്നും കോബ്ര പോസ്റ്റ് വ്യക്തമാക്കിയിരുന്നു. ജാക്കി ഷെറോഫ്, ശക്തി കപൂർ, വിവേക് ഒബ്രോയ്, സോനു സൂദ് തുടങ്ങി വമ്പൻ താരങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടത്. എന്നാൽ വിദ്യാ ബാലൻ, അർഷാദ് വാർസി, റാസ മുറാദ്, സൗമ്യ ടണ്ടൻ എന്നിവർ ഈ ആവശ്യവുമായി എത്തിയവരോട് സഹകരിക്കാൻ തയ്യാറല്ലെന്ന നിലപാട് അറിയിക്കുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.